ഹലോ നമസ്കാരം. മഴതോരും മുമ്പേയുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. അങ്ങനെ വൈജയന്തിയെ സഹായിക്കാനായിട്ട് രാജീവൻ എത്തിയേക്കാണ്. വൈജയന്തിയുടെ ഇളയ സഹോദരൻ എത്തിയേക്കാണ്. കമല വിളിച്ചു വരുത്തിയതാണ്. തൽക്കാലം ശിവേട്ടൻ നാട്ടിലില്ല, അതുപോലെ ഗംഗാധരനാണെങ്കിൽ നാട്ടിൽ വന്നിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇനി ആകെയുള്ളൊരു ആങ്ങള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവനാണ്. രാജീവന് വിദേശത്തായിരുന്നു, പക്ഷേ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവേട്ടനാണ് ആദ്യം രാജീവേട്ടനെ വിളിച്ച് പറയുന്നത്. രാജീവിനെ വിളിച്ച് പറയുന്നത്, നീ ഒന്ന് ചെല്ല്, ഒന്ന് അന്വേഷിക്കുക, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും, വൈജയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞാണ് വിട്ടുന്നത്. അപ്പോൾ രാജീവൻ വരുന്നതാണെങ്കിൽ വെട്ടാനും കൊല്ലാനും റെഡി ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയൊക്കെയാണ് പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, രേവതിക്കുട്ടി ആൻസിയിൽ നിന്ന് ഒരു വളരെ വലിയ രഹസ്യം തന്നെ അറിയുന്നുണ്ട്. ഷെറിനെക്കുറിച്ചും ഷെറിൻ പ്രസവിച്ച കുഞ്ഞിനെക്കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിൽസ് ആൻസി രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയും ഒക്കെയാണ് ഇന്നത്തെ സ്റ്റോറിയിൽ പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, രാജീവൻ കടപ്പാട്ടൂർ വീട്ടിലെത്തിയതിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, സ്റ്റോറി കേൾക്കുന്നതിന് മുൻപ് തന്നെ, സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ ലൈക്കും ഹൈപ്പും ചെയ്തിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ വൈജയന്തി വീട് വിട്ട് ഇറങ്ങിയേക്കാണ്. ബാലചന്ദ്രനോടും അലീനയോടൊക്കെ യുദ്ധം പ്രഖ്യാപിച്ച് ഇനി അലീന ആ വീട്ടിൽ നിന്ന് പോവാതെ അങ്ങോട്ടേക്ക് തിരിച്ചു പോവില്ല എന്നുള്ള ഒരു ശപഥം എടുത്തിട്ടാണ് വൈജയന്തി വീട്ട് വിട്ട് ഇറങ്ങിയേക്കുന്നത്. അങ്ങനെ ഇരിക്കെ കൊല്ലപ്പള്ളിയിലേക്കാണ് വൈജയന്തി ചെല്ലുന്നത് കേട്ടോ. അങ്ങനെ വൈജയന്തി വീട് വിട്ടു പോയതിന് ശേഷം നമ്മുടെ ബബിതയാണെങ്കിൽ ബാലചന്ദ്രനോട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ബാലചന്ദ്രൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി അമ്മയാണ് ക്ഷമിക്കേണ്ടതും സഹിക്കേണ്ടതും. ഇത്രയും നാളും അച്ഛൻ ഇതൊക്കെ ചെയ്തല്ലേ ഇവിടെ ജീവിച്ചത്. ഇനി അമ്മയോട് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു കുടുംബം തകരാൻ പോകുന്ന അത്രയും തരത്തിൽ, അത്രയും ഡെപ്തായിട്ടുള്ള, അത്രയും വലിയൊരു വഴക്കാണ് ഞങ്ങൾ തമ്മിലുള്ളത്. മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഒക്കെ ശരിയായിക്കോളും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് ബബിതയെ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ബബിത വന്നിട്ടാണെങ്കിൽ അലീനയോട് വഴക്കിടുന്നുണ്ട്. നീ കാരണമാണ് ഞങ്ങളുടെ അമ്മ ഇവിടെ നിന്ന് പോയതെന്ന് പറയുമ്പോൾ, ഞാൻ കാരണമല്ല, അമ്മയുടെ ഭാഗത്ത് എന്താണ് തെറ്റ് വന്നിട്ടുള്ളത് എന്ന് ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് ബബിതയോടും പറയുന്നുണ്ട്. പിന്നീട് വൈജയന്തി ആണെങ്കിൽ കൊല്ലപ്പള്ളിയിലേക്ക് എത്തുകയാണ്. കൊല്ലപ്പള്ളിയിലേക്ക് എത്തുമ്പം വൈജയന്തിയുടെ വരവ് കണ്ടപ്പോൾ കമല ആദ്യം അത്ര പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ബാഗൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഇത് എൻ്റെ വീടല്ലേ, എൻ്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് സമയവും കാലമൊക്കെ നോക്കണോ എന്നൊക്കെ ചോദിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. കമലയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാണുമ്പോൾ അവർ അടയും ചക്കരയും ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് കുറ്റം പറയുന്ന ടീമാണ് വൈജയന്തിയും കമലയും. അത് മുത്തശ്ശി തന്നെ ഒരിക്കൽ അലീനയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വൈജ വീട്ടിലേക്ക് കൊല്ലപ്പള്ളിയിലേക്ക് എത്തിയതിന് ശേഷം അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പറയുകയാണ്. ഇനി ഞാൻ അവിടെ നിന്നാൽ ശരിയാവത്തില്ല, ഇനി രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, നീ പോകുന്നത് ഏതായാലും നന്നായി, ബാലചന്ദ്രൻ അങ്ങനെയെങ്കിലും ഒരു പാഠം പഠിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നീ പോന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി ബാലചന്ദ്രൻ നിന്നെ തിരിച്ചു വിളിച്ചില്ലെങ്കിലോ, ബാലചന്ദ്രൻ അവളെ പറഞ്ഞയക്കാതെ അവിടെ തന്നെ നിർത്തുകയാണെങ്കിലോ, അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നങ്ങളാവത്തില്ലേന്ന് ചോദിക്കുമ്പോൾ, അതിനാണല്ലോ എനിക്ക് ആങ്ങളമാർ, തണ്ടും തടിയുള്ള 3 ആങ്ങളമാരുണ്ടല്ലോ, ഇനി അവർ തീരുമാനിക്കട്ടെ, എല്ലാവരും കൂടെ എൻ്റെ തലയിലെടുത്ത് കെട്ടി വെച്ചതല്ലേ ബാലചന്ദ്രനെ, എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല ആ വിവാഹം നടത്തിയത്. ഇനി അവർ തീരുമാനിക്കട്ടെ എന്താണ് വേണ്ടതെന്ന്, അവരുടെ പെങ്ങളുടെ ജീവിതം എങ്ങനെ പോകണമെന്നുള്ളത് അവരും കൂടി തീരുമാനിക്കട്ടെ, എന്നിട്ട് ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ, ഒന്നുകിൽ അവൾ അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാൾ മതി ആ വീട്ടിൽ എന്ന് പറയണം. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഭയങ്കര പ്രശ്നമായപ്പം ശരിക്കും പറഞ്ഞാൽ കമലയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഒരു കുടുംബം അടിച്ചു പിരിയുന്നതിലല്ല, വൈജയന്തിക്ക് ഇങ്ങനെ കുറേ എന്താ പറയുക, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കമലയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, എന്താണെങ്കിലും നീ പോയി ഫ്രഷ് ആയിട്ടൊന്ന് റെസ്റ്റ് എടുക്ക്, നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കമലയാണെങ്കിൽ ശിവേട്ടനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. വൈജ ഇവിടെ വന്നിട്ടുണ്ട് ശിവേട്ട, ഇനി എന്താ ഇപ്പോൾ ചെയ്യുക, അവൾ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണെന്നാണ് തോന്നുന്നത്, ഇതൊന്നും എനിക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ, എത്രയും പെട്ടെന്ന് ആ മാരണത്തെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് അവളെ എത്രയും പെട്ടെന്ന് കടപ്പാട്ടൂരിലേക്ക് പറഞ്ഞയക്കണം, എനിക്കിവിടെ പറ്റത്തില്ല ഒരാളെയും കൂടെ അക്കമഡേറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് കമല ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, നീ എന്താ കമല ഈ
പറയുന്നത്. അവളുടെ വീടല്ലേ ഇത്, അവളുടെ തറവാടല്ലേ ഇത്, അവൾ അങ്ങോട്ടേക്ക് വന്നതിന് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞു, കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പിന്നെ അതാണ് അവരുടെ സ്വന്തം വീട്, അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ നിന്നോളണം, അല്ലാതെ ഇത് എൻ്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് അധികാരം കാണിച്ച് കയറി വരികയല്ല വേണ്ടത് എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളാണ്, അവളെ അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല എന്ന് പറയാണ് ശിവേട്ടൻ. അപ്പോൾ കമല പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരേ ഒരു പെങ്ങളും പുന്നാര പെങ്ങളും കുഞ്ഞനുജത്തിയും ഒക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എന്താ അത് സാധനം എന്നറിയോ എന്നൊക്കെ പറഞ്ഞ് വൈജയെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ശിവേട്ടൻ ഇതിനൊരു തീരുമാനം എടുക്ക്, ഒരു കാര്യം ചെയ്യ്, രാജീവൻ നാട്ടിലെത്തിയിട്ടുണ്ടല്ലോ, ശിവേട്ടൻ അവനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് അവനോട് ഇവിടേക്ക് നാളെ ഒന്ന് വരാൻ പറ, എന്നിട്ട് ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ. നിങ്ങൾ മൂന്നാളും 3 സ്ഥലത്ത് ഇരുന്നിട്ട് എങ്ങനെ ശരിയാവാനാണ്? ഗംഗേട്ടൻ വന്നായിരുന്നല്ലോ നാട്ടിൽ, എന്നിട്ട് ഒരു തീരുമാനം എടുത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ വന്നിട്ട് ഇവിടെ എന്താ വൈജയ്ക്കിട്ട് ഒരെണ്ണം പൊട്ടിച്ച് ബാലചന്ദ്രന്റെ സൈഡും പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയണം. അതെന്താ കാരണമെന്ന് മാത്രമേ എനിക്കും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ശിവേട്ടനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ സംതിങ് സീരിയസ് ആണെന്ന് മനസ്സിലാവുകയാണ്. ശരി, ഞാൻ രാജീവിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശിവേട്ടൻ ഫോൺ വെക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടീനെയാട്ടോ. രേവതിക്കുട്ടീൻ്റെ ഫോണിലേക്ക് ആൻസി വിളിക്കുന്നുണ്ട്. ആൻസി ആണെങ്കിൽ ആരും കാണാതെ മാറി നിന്നിട്ടാണ് ഫോൺ ചെയ്യുന്നത് കേട്ടോ. അപ്പം രേവതിക്കുട്ടി പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ആൻസിയുടെ നമ്പർ കാണുമ്പോൾ തന്നെ ആൻസി ചേച്ചി പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി നീ ഒരു കാര്യം ചോദിച്ചില്ലായിരുന്നു അന്ന്, ഷെറിൻ മധുരയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യം അന്വേഷിച്ചില്ലായിരുന്നോ, കുഞ്ഞിനെ കൊണ്ടുവന്നില്ല എന്നല്ലേ ഞാൻ അന്ന് പറഞ്ഞത്, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടി, കുഞ്ഞിനെ അവർ കൂടെ കൊണ്ടുവന്നായിരുന്നു എന്ന് പറയാട്ടോ. എന്നിട്ട് ആ കുഞ്ഞിനെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു ഓർഫനേജിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ആ കുഞ്ഞിനെ എന്ന് പറയാണ് ആൻസി. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി ഭയങ്കര ഷോക്കാവാണ്. ഏത് ഓർഫനേജിലാണ് ആൻസി ചേച്ചി ആ കുഞ്ഞിനെ ഏൽപ്പിച്ചതെന്ന് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ തിരുവനന്തപുരത്ത് എവിടെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അത് ഷെറിനും അറിയാം, ആ കുഞ്ഞിനെ അവിടെ എവിടെയോ വളർത്തുന്നുണ്ട് എന്നുള്ളത് ഷെറിനും അറിയാം എന്ന് പറയാട്ടോ. അപ്പോൾ കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം, വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ കുഞ്ഞിനെ തരാം, കുഞ്ഞിനെ നന്നായി അതുവരെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെയുള്ള വാഗ്ദാനം കൊടുത്തിട്ടാണ് അവർ കല്യാണം കഴിപ്പിച്ചത്. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത് എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. കുഞ്ഞ് മരിച്ചു പോയിന്നോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടത്. എന്താണെങ്കിലും കുഞ്ഞിനെ കൊണ്ടുവന്നായിരുന്നു, തിരുവനന്തപുരത്തുള്ള ഒരു ഓർഫനേജിലാണ് ഏൽപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. ചേച്ചി എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ അറിയിക്കണം കേട്ടോ. ആ തിരുവനന്തപുരത്തെ ആ ഓർഫനേജിൻ്റെ ഡീറ്റെയിൽസോ അവിടുത്തെ ആരുടെയെങ്കിലും ഫോൺ നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സോ എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചോളാം. ഞാനും തിരുവനന്തപുരത്തായിരുന്നു ചേച്ചി ഓർഫനേജിൽ വളർന്നത്, കഴക്കൂട്ടത്ത് എന്ന് പറയുമ്പോൾ അതുപോലെ എന്തോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു എന്ന് ആൻസി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ രേവതിക്കുട്ടിക്ക് ഭയങ്കര എന്തൊക്കെയോ സംതിങ് എന്തൊക്കെയോ തോന്നുകയാണ്. കാരണം തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പം രേവതിക്കുട്ടിയും വളർന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെ ഒരു ഓർഫനേജിലായിരുന്നു ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞിനെ, ജോമോൻ ചേട്ടൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ആക്കിയത് എന്നുള്ള ഒരു വിവരം കിട്ടിയേക്കാണല്ലോ. അപ്പം രേവതിക്കുട്ടി ഫോൺ വെച്ചതിന് ശേഷം ആൻസിയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് വീണ്ടും എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം മാമച്ചാൻ്റെയും ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ആൻസി ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത് എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ആൻസിയോ എന്നിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ. അതില്ലേ ഷെറിൻ ചേച്ചീനെ മധുരയിൽ കൊണ്ടുപോയില്ലേ ഡെലിവറിയൊക്കെ നടത്തിയത്, അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യമൊന്നും അറിയില്ലായിരുന്നല്ലേ ആൻസി ചേച്ചി പറഞ്ഞത്. ഇപ്പോൾ ചേച്ചിക്ക് എവിടുന്നോ വിവരം കിട്ടിയിട്ടുണ്ട്, അവർ തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നത്, പക്ഷേ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറയാട്ടോ. ഓർഫനേജിലോ ഏത് ഓർഫനേജിൽ, എവിടെയുള്ള ഓർഫനേജിൽ, നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം എന്നൊക്കെ പറയാണ് മാമച്ചായൻ. അപ്പോൾ മാമച്ചായ ഒന്ന് അടങ്ങ് കേൾക്കട്ടെ, എന്നിട്ട് എന്താ പറഞ്ഞത്, എവിടെയാണെന്ന് വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എവിടെയാണ് ഏൽപ്പിച്ചത് എന്നൊന്നും ആൻസി ചേച്ചിക്ക് അറിയില്ല, പക്ഷേ തിരുവനന്തപുരത്തുള്ള ഒരു ഓർഫനേജിലാണ് ഏൽപ്പിച്ചത് എന്ന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയാട്ടോ. അത് കേട്ടപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, തിരുവനന്തപുരത്തോ? നീയും തിരുവനന്തപുരത്തായിരുന്നില്ലേ കഴക്കൂട്ടത്ത്? നിന്നെ ഞങ്ങൾ കൊണ്ടുവന്നത് കഴക്കൂട്ടത്ത് നിന്നല്ലേ തിരുവനന്തപുരത്ത്? അപ്പോൾ അവിടെയുള്ള വേറെ ഏതെങ്കിലുമൊക്കെ ഓർഫനേജിലായിരിക്കും അല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് എവിടെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല, എന്താണെങ്കിലും ഇത്രയൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയില്ലേ, ബാക്കി കൂടി നമ്മൾ അന്വേഷിക്കും, കണ്ടെത്തും. പിന്നെ ഷെറിൻ ചേച്ചി വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ വിവാഹം കഴിഞ്ഞ് 1 വർഷമൊക്കെ ആകുമ്പോഴേക്ക് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് നമ്മൾ ഒക്കെ സെറ്റാക്കിയതിന് ശേഷം കുഞ്ഞിനെയും കൊണ്ടുവരാം എന്നൊക്കെയാണ് പറഞ്ഞത്
പക്ഷേ അതിനിടയ്ക്കാണ് കുഞ്ഞ് മരിച്ചു പോയെന്ന് എന്തോ പറഞ്ഞ് അവർ കുഞ്ഞിൻ്റെ എന്തോ ഒരു കാര്യം, കുഞ്ഞിന് എന്തോ അപകടം സംഭവിക്കുക, എന്തോ ഒരു കാര്യം, എന്തോ ഒരു ചതി അവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഷെറിൻ ചേച്ചിക്ക് ഇങ്ങനെ ഭ്രാന്തായതും പിന്നീട് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയാൻ സാഹചര്യം ഒരുക്കിയതും പിന്നെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോവാൻ കാരണമായതും എന്നൊക്കെയാണ് ആൻസി ചേച്ചി പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഇനി നമ്മൾ എവിടെ പോയി, തിരുവനന്തപുരത്ത് എവിടെ പോയി അന്വേഷിക്കും, ഏത് ഓർഫനേജിലായിരിക്കും, നീ ഏതായാലും തിരുവനന്തപുരത്തായിരുന്നില്ല, അവിടെ നീ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക, ഏത് ദിവസമാണ് ഏത് വർഷമാണ് കൊടുത്തത് എന്നെങ്കിലുമൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ എന്നൊക്കെ പറയാണ് ഗ്രേസമ്മ. അപ്പോൾ ഏതായാലും നീ നിൻ്റെ ആ ഓർഫനേജിൽ, നിങ്ങളുടെ ആ കോൺവെൻറ്റിലൊന്ന് വിളിച്ച് അന്വേഷിക്കുക, അവിടെ ഏതൊക്കെ ഓർഫനേജുകളാണ് ഉള്ളത്, ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളൊക്കെ സ്വീകരിക്കുന്നത്. പല ഓർഫനേജും പല രീതിയിലല്ലേ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ വർഷം വന്ന കുഞ്ഞുങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയണം. പക്ഷെ അതിൽ നിന്ന് തന്നെ നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ ആൻസി ചേച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ ടോണിച്ചായിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടും, നമുക്കൊരു ദിവസം ടോണിച്ചായനെ വിളിക്കാം, ഷെറിൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാം എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവരുടെ കുഞ്ഞിലേക്കുള്ള ദൂരം അധികത്തല്ല എന്ന് അവർ മനസ്സിലാക്കണം. കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ അറിയാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഗ്രേസമ്മയും മാമച്ചായനും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഗ്രേസമ്മയുടെയും മാമച്ചായൻ്റെയും മകൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നത് ചിന്നുമോളാണ്. ചിന്നുമോളിലേക്കുള്ള ദൂരമാട്ടോ ഇത്, ചിന്നുമോളിലേക്ക് എത്താനുള്ള ഒരു വഴികളാണ് ഇതൊക്കെ. ശരിക്കും ആ കുഞ്ഞാണ് നമ്മുടെ ജോമോൻ്റെയും ഷെറിൻ്റെയും കുഞ്ഞായിട്ട് വരുന്നത്. അങ്ങനെ എന്താണെങ്കിലും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ രാജീവൻ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വൈജയൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ശിവേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് രാജീവൻ വരുന്നത്. അങ്ങനെ രാജീവൻ വരുമ്പോൾ കമല ചെന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ആ രാജീവ നീ വന്നോ എന്നൊക്കെ ചോദിച്ച് വിളിച്ച് സ്വീകരിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ 3 പേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്നെ ശിവേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ് രാജീവൻ. അപ്പോൾ കമല പറയുന്നുണ്ട്, ആകെക്കൂടി പ്രശ്നങ്ങളാണ്, ബാലചന്ദ്രൻ വൈജയെ അടുപ്പിക്കുന്നില്ല, വൈജയോട് ഭയങ്കര വിരോധമാണ്, എന്താണ് കാരണമെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയാണ് കമല. അപ്പോൾ വൈജയോട് രാജീവൻ സംസാരിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല ബാലചന്ദ്രൻ എന്താ പറ്റിയത് എന്നുള്ളത്, എന്നെ അടുപ്പിക്കുന്നില്ല, മക്കളെ അടുപ്പിക്കുന്നില്ല, അവൾ മാത്രം മതി, ആ നശിച്ചവൾ അലീന, അവൾ മാത്രം മതി, എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും അവൾ മതി എന്നൊക്കെ പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എന്തെങ്കിലും ഉടനെ ചെയ്യണം രാജീവ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം എന്ന് പറയാട്ടോ വൈജയെ നോക്കിക്കൊണ്ട്. അപ്പോൾ വൈജ ഒരു ഞെട്ടലോട് കൂടിയിട്ട് രാജീവനെ നോക്കണം. അന്നേരം കമല പറയുന്നുണ്ട്, കൊല്ലൊന്നും വേണ്ട, വൈജയുടെ ഭർത്താവ് വലിയ ജീവനോടെ ഇരുന്നോട്ടെ, പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും രീതിയിൽ കൊടുക്കണം, വൈജയ് ഇനി ഇതേമാതിരി ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസരം ഉണ്ടാവരുത് എന്ന് പറയാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഞാനൊന്ന് കടപ്പാട്ടൂരിലേക്ക് പോയി നോക്കട്ടെ, എന്താണെങ്കിലും അയാൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് കിടക്കല്ലേ, അപ്പോൾ ജസ്റ്റ് ഒരു വിസിറ്റ് എന്നുള്ള രീതിയിൽ, ഒന്നും അറിയാത്ത രീതിയിൽ ഞാനൊന്ന് പോയി നോക്കട്ടെ, വൈജയ് ഇങ്ങോട്ടേക്ക് വന്ന വിവരമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാം, ആ രീതിയിൽ ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ, അപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ അറിയാലോ, അതിനനുസരിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് രാജീവൻ പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് രാജീവൻ നേരെ ചെല്ലുന്നത് കടപ്പാട്ടൂർ വീട്ടിലേക്കാണ്. അതേസമയം അമ്മ വീട്ടിലില്ലാത്തത് കൊണ്ട് മക്കളൊക്കെ തോന്നിയത് പോലെ കേട്ടോ, മക്കളെ നിയന്ത്രിക്കാൻ ആരുമില്ല, അച്ഛൻ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുകയാണ്. അപ്പോൾ ബബിതയാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോന്നും ചെയ്ത് ഇരിക്കണം. പിന്നെ മുത്തശ്ശിയും അലീനയും പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല മക്കൾ. അപ്പോൾ അലീന വന്നിട്ട് പറയുന്നുണ്ട്, മാഡം പോയതോട് കൂടിയിട്ട് വീട് ആകെ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് മുത്തശ്ശി, എനിക്കറിയത്തില്ല, മക്കളൊന്നും ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോണത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പൊക്കോളാം മുത്തശ്ശി, ഇനിയിപ്പോൾ ഞാൻ പറയാണ്ട് പോയി കഴിഞ്ഞാൽ സാറ് ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, വീടൊക്കെ അടച്ചുപൂട്ടി സാറ് എങ്ങോട്ടെങ്കിലും പോകും, അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണുന്ന വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ഒരു കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടോ. അങ്ങനെ ആരോ വന്നു എന്നുള്ള രീതിയിൽ മുത്തശ്ശി പറയുമ്പോൾ അലീന ചെന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് അറിയില്ല പുറത്ത് ആരാ വന്ന് നിൽക്കണേ എന്നുള്ളത്. അപ്പോൾ ഡോറ് തുറക്കുമ്പോൾ രാജീവനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ രാജീവനെ കാണുമ്പോൾ അലീന ആരാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആരാന്നോ, ഞാൻ ആരാണെന്ന് നീ എന്തിനാ അറിയുന്നത്, നീ ആരാ എന്ന് ചോദിക്കുകയാണ് രാജീവൻ. അപ്പോൾ അലീനയ്ക്ക് എന്തോ വല്ലായ്മ തോന്നുകയാണ്. അപ്പോൾ ഇത് ആരാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്താണ് ബബിത
അങ്ങോട്ടേക്ക് വരുന്നത്. ഓ രാജീവ് അങ്കിൾ ഇപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ച് ബബിത അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുകയാണ് ഇത് രാജീവാണ് എന്നുള്ളത്, വൈജയന്തിയുടെ ഇളയ സഹോദരനാണ് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അപ്പോൾ അലീന പെട്ടെന്ന് അവിടെ നിന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകുക കേട്ടോ. അപ്പം രാജീവൻ പറയുന്നുണ്ട് അവിടെ നിന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന അവിടെ നിൽക്കുമ്പോൾ നീയാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അലീനയോട്. അപ്പോൾ അലീന അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവിടെ നീയാണ് ഓൾ ഇൻ ഓൾ, ഇവിടെ ആരെക്കാളും കൂടുതൽ അധികാരം നിനക്കാണെന്നാണല്ലോ കേട്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീനയോട്. അപ്പോൾ അലീന പറയുന്നുണ്ട് അങ്ങനെ ആര് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു അധികാരവും ഇല്ല, ഞാനിവിടുത്തെ വീട്ടിലെ ജോലി ചെയ്യുന്നു, മുത്തശ്ശിയെ നോക്കുന്നു, സാറിനെ നോക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയണം. എല്ലാ നോട്ടങ്ങളും ഞാൻ നിർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാലചന്ദ്രനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെ കാണാൻ പോവാണ് രാജീവൻ. അന്നേരം മുത്തശ്ശിയുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് അലീന കേട്ടോ. അപ്പോൾ അലീന മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി ഒരാൾ വന്നിട്ടുണ്ട്, എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ ഇളയ മകനാണ് രാജീവ് എന്ന് പറയാട്ടോ. രാജീവോ വന്നോ എവിടെ, എന്നിട്ട് സാറിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്, എന്നിട്ട് അവൻ അമ്മയെ കാണണ്ട അല്ലേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ ഒച്ചയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാജീവനാണെങ്കിൽ മുകളിലേക്ക് കയറി ചെന്നിട്ട് ബാലചന്ദ്രനോട് സംസാരിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ അത്ര മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ രാജീവനെ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല ബാലചന്ദ്ര ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, നിങ്ങൾക്കൊരു കുടുംബം ഉള്ളതില്ലേ, നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിച്ച് വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ബാലചന്ദ്രനോട്. അന്നേരം ബാലചന്ദ്രനാണെങ്കിൽ കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ മറുപടി. എൻ്റെ കുടുംബം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്, അതിൽ ആരും ഇടപെടാനൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പെങ്ങളുടെ കുടുംബമാണ്, എൻ്റെ സഹോദരിയുടെ കുടുംബമാണ്, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതല്ലേ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെയ്തെടുത്തോളം മതി, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ചെയ്തല്ലോ, അത്രയും മതി, ഇനി കൂടുതലൊന്നും നിങ്ങൾ ചെയ്യാതിരുന്നാൽ മതി, ഇത് എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനും രാജീവനും കൂടി വഴക്കുണ്ടാക്കിയിട്ടാണ് പിരിയുന്നത്. അങ്ങനെ ലാസ്റ്റ് ബാലചന്ദ്രൻ രാജീവനോട് റൂമിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ താഴേക്ക് വരികയാണ് രാജീവൻ താഴേക്ക് വന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ രാജീവൻ നീ എപ്പോഴാണ് വന്നത്, നീ എന്നാ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വന്നതെന്നുള്ള കാര്യമൊക്കെ രാജീവൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്, അമ്മയെ കാണണമെന്നൊന്നുമില്ലേ, നീ വന്ന പാട് ബാലചന്ദ്രനെ കാണാനാണോ പോയത്, ഞാനിങ്ങനെ കിടക്കുന്നത് നിനക്കറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ പരാതി അമ്മയൊന്ന് നിർത്ത്, ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് അമ്മ എന്ത് തീരുമാനമാണ് എടുത്തത്, അമ്മയ്ക്ക് പറയാൻ പാടില്ലായിരുന്നു ആ പെണ്ണിനെ അവിടെ നിർത്തണ്ട എന്നുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശിയോട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ തീരുമാനം എടുത്തിട്ടൊന്നും കാര്യമില്ല, ഈ വീട്ടിലെ കാര്യങ്ങൾ ബാലചന്ദ്രനല്ലേ തീരുമാനിക്കുന്നത്, അയാളുടെ തീരുമാനങ്ങൾ അനുസരിച്ചല്ലേ ഇവിടെ നടക്കത്തുള്ളൂ, ഞാനും കുറേ പറഞ്ഞതാണ്, ആ പെണ്ണും പോവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്, പക്ഷേ ബാലചന്ദ്രൻ വിടുന്നില്ല എന്ന് പറയാണ് മുത്തശ്ശി. ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും, അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞേക്കണം, ഇനി അതിനൊരു അപ്പീലില്ല, എവിടെ ഞാൻ പറയാം അവളോട് ഇവിടെ നിന്ന് പോവാനായിട്ട്, ഇനി ആര് പറഞ്ഞിട്ടും കാര്യമില്ല, വൈജ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം, വൈജയാണോ അലീനയാണോ ഇവിടെ വേണ്ടത്, വൈജ ഇല്ലാന്നുണ്ടെങ്കിൽ മക്കളൊക്കെ തോന്നിയ മാതിരി ആയിരിക്കത്തില്ലേ, മക്കളുടെ ജീവിതം കൂടിയല്ലേ നഷ്ടപ്പെട്ടു പോണത് എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ സംസാരിക്കട്ടെ അവളടുത്ത് എന്ന് പറഞ്ഞിട്ട് രാജീവൻ പുറത്തേക്ക് ഇറങ്ങാണ്ട് അങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിച്ചൻ്റെ അവിടെ അലീന നിൽക്കുന്നത് കാണാൻ ഡൈനിങ് ടേബിളിൽ രാജീവന് ചായയും സ്നാക്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചായ കുടിക്കാനായിട്ട് വിളിക്കുമ്പം എന്നിട്ട് രാജീവൻ വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ പോകാൻ എന്നേ റെഡിയാണ്, സാറ് സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ നിമിഷം ഇവിടെ നിന്ന് പോകുമെന്ന് പറയുമ്പോൾ ഒരു സാറിൻ്റെ സമ്മതം നീ ചോദിക്കാൻ നിൽക്കണ്ട, ഇപ്പം ഞാനാണ് ഇവിടെ തീരുമാനം പറയുന്നത്, നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ട് വാങ്ങിക്കും, കൊന്നു കൊഴിച്ച് മൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പോലും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയോട് ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അലീന ആദ്യം ഒന്ന് പകച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട് അങ്ങനെ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, അങ്ങനെ വാക്കുകൾ കേട്ടിട്ട് പേടിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ എന്ന് പറയാണ്. അപ്പം നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണോ നീ എൻ്റെ നേരെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നൊക്കെ ചോദിച്ച് രാജീവൻ അലീനയുടെ നേരേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുക. അതുപോലെ അവളെ തല്ലാനായിട്ട് കൈ ഉയർത്തേക്ക് ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് ഒച്ചയിട്ടുകൊണ്ട് വരികയാണ്, നിർത്ത്, തൊട്ട് പോകരുത് അവളെ എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പിന്നീട് രാജീവനും ബാലചന്ദ്രനും കൂടി ഭയങ്കര വഴക്കാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവളെൻ്റെ മകളാണ്, ഇവളുടെ മേൽ ആരുടെ കൈ വീണാലും അവരുടെ മേൽ എൻ്റെ കൈ വീഴും എന്ന് പറയാണ്. ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തവരൊന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണ്ട, അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നോട്ടെ, എനിക്ക് യാതൊരു നിർബന്ധവുമില്ല
ഇങ്ങോട്ടേക്ക് വന്നോളണം എന്ന് പറഞ്ഞ് രാജീവിനെ പറഞ്ഞയക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വരാം, ക്ഷമിക്കാം. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് ഒരു സ്റ്റോറി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.